വെൽക്കം ടു ടീംസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് നമ്മൾ നല്ല തൈര് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. തൈര് എന്ന് പറഞ്ഞാൽ നല്ല കട്ട തൈര്. നമ്മൾ ചില സമയത്ത് തൈര് ഉണ്ടാക്കുമ്പോൾ തൈര് താഴെ കിടക്കും, കുറച്ച് വെള്ളമൊക്കെ പൊങ്ങി നിൽക്കും, അല്ലെങ്കിൽ പിരിഞ്ഞ പോലെ ഇരിക്കും. അതങ്ങനെ ഒന്നുമില്ലാതെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാവേ. അതിനാവശ്യമായിട്ടുള്ള സാധനം 1/2 ലിറ്റർ പാലാണ് ഞാൻ എടുക്കുന്നത്. അത് നമുക്ക് ഇതുപോലൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ നല്ല തൈരാണ്. നമ്മളിവിടെ പാല് കാച്ചാനായിട്ട് വെച്ചിട്ടുണ്ട്. 1/2 ലിറ്റർ പാലാണ് നമ്മൾ എടുത്തേക്കുന്നത്. 1/2 ലിറ്റർ പാലിന് ഒരു 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്താൽ മതിയേ. പാല് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഒരുപാട് സമയത്തൊന്നും തിളപ്പിക്കണ്ട കേട്ടോ. ചിലർ പറയും ഇങ്ങനെ തിളപ്പിച്ച് അത് കുറച്ച് വറ്റിക്കണമെന്ന്. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. തിളച്ച പൊങ്ങി വരുമ്പം തന്നെ ഞാനത് ഓഫ് ചെയ്ത് വെക്കും. ഓഫ് ചെയ്ത് വെച്ചിട്ട് ഒരു ചെറിയ ചൂടോടാണ് ഞാൻ ഒഴിക്കുന്നത്. ചെറിയ ചൂടെന്ന് പറഞ്ഞാൽ നമ്മുടെ കൈ ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ ഒരു ചെറിയ ചൂട് ഫീൽ ചെയ്യണം, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഈ തൈരെന്ന് പറയുന്നുണ്ടല്ലോ, നല്ല സൂപ്പർ ഫുഡാണ് കേട്ടോ. ദഹനത്തെയൊക്കെ നന്നായിട്ട് മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന നല്ല പ്രോബയോട്ടിക് അടങ്ങിയ ഒരു ഫുഡാണ് കേട്ടോ. ചിലർക്കുണ്ടല്ലോ ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിയുമ്പോൾ നെഞ്ചിരിച്ചിൽ, അസിഡിറ്റി, അങ്ങനത്തെ ഓരോ പ്രോബ്ലം ഒക്കെ വരും. തൈര് കുറച്ചൊരു 1/2 കപ്പ് തൈരെങ്കിലും ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മൾ കഴിക്കാമെങ്കിൽ ഇങ്ങനത്തെ ഈ പുളിച്ചത കിട്ടല് അല്ലെ ഈ ദഹനം സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അതൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ. നമ്മുടെ ദഹനത്തെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് പ്രോബയോട്ടിക് കേട്ടോ. ഈ തിളച്ച് വരത്തില്ലേ, അപ്പോഴേ ഗ്യാസ് ഓഫ് ചെയ്യുക. ഇനി നമുക്ക് കുറച്ച് കഴിയുമ്പോൾ കുറച്ചൊന്ന് തണുക്കട്ടെ, അതിനുശേഷം ഞാൻ ബാക്കി കാണിക്കാവേ. നമ്മുടെ പാൽ ഇവിടെ തിളപ്പിച്ച് ഞാൻ തണുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. ഇപ്പോൾ ഒരു ചെറിയൊരു ചൂടേ ഉള്ളൂ. നമ്മൾ ഒരു സ്പൂൺ എടുത്തിട്ട് കൈയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കണം. അപ്പോൾ ഒരു ചെറിയ ചൂട് നമുക്ക് ഫീൽ ചെയ്യും. ആ സമയത്ത് വേണം നമുക്ക് തൈര് ഉണ്ടാക്കാൻ. ഇപ്പോൾ ആ ഒരു ചെറിയ ചൂടിലിരിക്കുകയാണ് പാല്. ഇതുപോലൊരു ഗ്ലാസ് ജാറിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഈ സ്പൂണിന് തന്നെ ഒരു 2 സ്പൂണ് തൈര് നമുക്കിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണേ. 2 സ്പൂൺ തൈര് മതി, ഒരുപാട് കൂടരുത്, കുറഞ്ഞും പോകരുത് കേട്ടോ. ഇതിപ്പോൾ 1/2 ലിറ്റർ പാലല്ലേ, അപ്പോൾ ഇതിൻ്റെ ആവശ്യമുള്ളൂ. എന്നിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കണം. നമുക്ക് ഒരു സൈഡിലേക്ക് തന്നെ ഇളക്കണേ, 2 സൈഡിലും കൂടി ഇട്ട് അങ്ങനെ ഇളക്കരുത്. ആദ്യം ഞാനിങ്ങനെ തൈര് ഉണ്ടാക്കുമ്പോഴുണ്ടല്ലോ കുറേ വെള്ളം പോലെ ഇങ്ങനെ മേളി കിടക്കുമായിരുന്നു, അല്ലെങ്കിൽ പിരിഞ്ഞു വരുമായിരുന്നു. അന്നൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലർ തൈര് ഉണ്ടാക്കുമ്പോൾ നല്ല കട്ട തൈര് കിട്ടും. അത് കാണുമ്പോൾ അയ്യോ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് തോന്നും. പിന്നെ ഞാൻ പഠിച്ചെടുത്തതാണ് ഇങ്ങനെ ഈ ഒരു ഇളം ചൂട് പാലിൽ തൈര് ഒഴിച്ച് പതുക്കെ ഇങ്ങനെ ഒരേ സൈഡിൽ ഇങ്ങനെ ഇളക്കി നന്നായിട്ട് ആ തൈര് എല്ലായിടും മിക്സ് ആകണേ. അതിനായിട്ടാണ് നമ്മൾ 1 മിനിറ്റ് ഒന്ന് ഇളക്കേണ്ടത്. എന്നിട്ടിത് നന്നായിട്ട് അടച്ചിട്ട് പിന്നെ അധികം അനക്കാനൊന്നും പോകരുത്. ഇപ്പം പുളിക്കാത്ത തൈരാ നിങ്ങൾക്ക്, അധികം പുളിക്കാത്ത, അതായത് നമ്മൾ ഊണൊക്കെ കഴിയുമ്പോൾ നമുക്കൊരു ശകലം തൈര് കഴിക്കണമെന്ന് തോന്നുമല്ലോ. അധികം പുളിയില്ലാത്ത തൈര് വേണമെങ്കിൽ നമ്മൾ രാവിലെ ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ ഉണ്ടല്ലോ, ഉച്ചയ്ക്ക് ഉണ്ണുന്ന ആ സമയത്ത് നമുക്ക് അധികം പുളിയില്ലാത്ത തൈര് കിട്ടും. ഇല്ല നമുക്കിപ്പോൾ മോര് കറിക്കോ അല്ലെങ്കിൽ പുളിശ്ശേരിക്കോ ഒക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ, രാവിലെ വെച്ചാൽ വൈകിട്ടേ എടുക്കാവുള്ളൂ. അന്നേരം നമുക്ക് കറക്റ്റ് ആ പുളിശ്ശേരിയുടെയൊക്കെ ഒരു പുളിയോടെ കിട്ടത്തുള്ളൂ കേട്ടോ. ഇത് നല്ല ഒരു സൂപ്പർ ഫുഡാണ് കേട്ടോ ഈ തൈര്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ കട്ട തൈരും നല്ല ചമ്മന്തി അല്ലെങ്കിൽ മെഴുക്ക് പുരട്ടി, ആ ഒരു കോമ്പിനേഷൻ അടിപൊളിയാണ് കേട്ടോ. ചമ്മന്തി, മെഴുക്ക് പുരട്ടി, പപ്പടം. വെജ് കഴിക്കുന്നവരാണ്, നോൺ വെജ് ആണെങ്കിൽ ഫ്രൈ ഐറ്റം എല്ലാം ചേരും കേട്ടോ. അപ്പോൾ ഈ നല്ല കട്ട തൈരിൻ്റെ കൂടെ ഇതെല്ലാം കൂടെ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. എൻ്റെ ചാനലിനകത്ത് 2-3 ടൈപ്പ് ചമ്മന്തികൾ ഇട്ടിട്ടുണ്ട്. നെല്ലിക്ക ചമ്മന്തി, മാങ്ങാ ചമ്മന്തി, അമ്പഴങ്ങ ചമ്മന്തി, അതെല്ലാം ഉണ്ട്. പിന്നെ മെഴുക്ക് പുരട്ടികളും ഉണ്ട് കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണേ. എല്ലാ ദിവസവും നിങ്ങളൊരു അധികം പുളിയില്ലാത്ത 1/2 കപ്പ് തൈര് കഴിച്ചു നോക്കൂ. വയറിലെ പ്രശ്നങ്ങളെല്ലാം മാറും കേട്ടോ. ഇത് നല്ല വൈറ്റമിൻസും നല്ല പ്രോട്ടീനും കാൽസ്യവും എല്ലാം അടങ്ങിയ നല്ലൊരു ഫുഡ് ഐറ്റമാണ് ഇത് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ തൈരൊക്കെ വീട്ടിലുണ്ടാക്കി കഴിച്ചു നോക്കൂ. കണ്ടോ, ഇതുപോലെ നമുക്ക് നല്ല കട്ട തൈര് കിട്ടും കേട്ടോ. എല്ലാവരും ഇത് ട്രൈ ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്